സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സ്വപ്നങ്ങൾ. എഴുതിയത് ടി പത്മനാഭൻ. എല്ലാ പരിശോധനകൾക്കും ശേഷം കോഴിക്കോട്ട് നിന്ന് വന്ന പ്രശസ്തനായ കൺസൾട്ടന്റ് ഡോക്ടർ ഒന്നും പറയാതെ തെല്ലുനേരം ചിന്താധീനനായി നിന്നു. പിന്നീട് തന്നോടെന്ന പോലെ പറഞ്ഞു, അപ്പോൾ അതാണ് പ്രശ്നം, ഉറക്കമില്ലായ്മ. അനുകൂല ഭാവത്തിൽ വൃദ്ധൻ തലയാട്ടി. ഡോക്ടർ പിന്നീട് ചോദിച്ചു, ഇത് എത്ര കാലമായിട്ടുണ്ടാകും തുടങ്ങിയിട്ട്? വൃദ്ധൻ പറഞ്ഞു, ഏതാണ്ട് എൻ്റെ മധ്യവയസ്സിലെ തുടങ്ങിയിട്ടുണ്ടാവും. അമർത്തിപ്പിടിച്ച ഒരു ചെറുചിരിയോടെ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ഉറങ്ങാനുള്ള സമയം മുഴുവൻ എങ്ങനെയാണ് ചെലവഴിക്കുക? ഒരു ഭാവവ്യത്യാസവും കൂടാതെ വൃദ്ധൻ പറഞ്ഞു, സ്വപ്നം കാണും. ഡോക്ടർ ഞെട്ടി. ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ സ്വപ്നം കാണുകയോ? അതും തുടർച്ചയായി? അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരില്ലേ? ഇല്ല ഡോക്ടർ, അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നാറില്ല. ചിലപ്പോൾ തുടർച്ചയായി ഇങ്ങനെ സംഭവിച്ചാൽ പകൽ ഒന്ന് മയങ്ങിപ്പോയെന്ന് വരും, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും. ആട്ടെ, എന്തുതരം സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നത്? സ്വപ്നങ്ങളുടെ സ്വഭാവമാണ് ഞാൻ. വൃദ്ധൻ തെല്ലുനേരം ആലോചിച്ചിരുന്ന ശേഷം പറയാൻ തുടങ്ങി. രണ്ടു തരം സ്വപ്നങ്ങളാണ് ഡോക്ടർ ആദ്യകാലത്ത് സ്ഥിരമായി കണ്ടുവന്നതും ഇപ്പോൾ കാണുന്നതും. ആദ്യകാലത്ത് യാത്രകളാണ് സ്വപ്നങ്ങളുടെ പ്രധാന വിഷയം. യാത്രകളിൽ എന്നുവച്ചാൽ നടത്തം തന്നെ. അത്യാവശ്യം ബസ്സിലും കയറും. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടും. പ്രത്യേകിച്ചൊരു ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നും ഉണ്ടാകില്ല. അങ്ങ് നടക്കും. നടത്തത്തോട് നടത്തം. ഒടുവിൽ ക്ഷീണിച്ച് വശം കെടുമ്പോൾ മടങ്ങും. ഏതെങ്കിലും ഒരു ബസ്സിലായിരിക്കും മടക്കം. ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരിക്കും. ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നു, അല്ല, ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പരിപൂർണ നഗ്നനാണ്. ഷർട്ടില്ല, മുണ്ടില്ല, അടിവസ്ത്രമില്ല. പക്ഷേ എനിക്ക് ലജ്ജയോ സങ്കടമോ ഒന്നുമില്ല. വിഷമം പിന്നീടാണ്. ഇറങ്ങാനുള്ള സ്ഥലം കണ്ടക്ടർ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുക്കെയുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. പക്ഷേ എൻ്റെ വീട് എവിടെയാണ്? ബസ്സിലെ യാത്രക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. മടുത്ത കണ്ടക്ടർ ഒടുവിൽ എന്നെ എവിടെയോ പിടിച്ചിറക്കുന്നു. നിരാശനും ദുഃഖിതനുമായ ഞാൻ. ഡോക്ടർ, കൊല്ലങ്ങളോളം ഞാൻ സ്ഥിരമായി കണ്ടിരുന്ന സ്വപ്നമാണ് ഇത്. പിന്നീട് എൻ്റെ സ്വപ്നങ്ങൾ ഒന്ന് വഴിമാറി പിടിച്ചു. പുതിയ കാലത്ത് 2-3 തരം സ്വപ്നങ്ങളാണ് ഞാൻ മാറി മാറി കാണുന്നത്. ആദ്യം ആകാശത്തിലേക്കുള്ള യാത്ര. അത് ലംബമായിട്ടാണ്. ഹെലികോപ്റ്റർ പൊങ്ങുന്നതുപോലെ. ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെയും ടവറുകളുടെയും തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പായാൽ പിന്നീട് ഞാൻ ഇഷ്ടമുള്ള ദിക്കുകളിലേക്കൊക്കെ പറന്നു പോകുന്നു. യാത്രയുടെ ലക്ഷ്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം മടങ്ങുകയും ചെയ്യുന്നു. ഇനി വേറൊരു തരം ആകാശയാത്രയാണ്. എപ്പോഴാണ് എനിക്ക് വേണ്ടതെന്ന് തോന്നുമ്പോൾ ഒരു വലിയ നൂലേണി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ചാഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. ഞാൻ ട്രിപ്പീസ് കളിക്കാരനെ പോലെ അതിലൂടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നു. ഉയരങ്ങൾ എന്നു പറഞ്ഞാൽ അങ്ങ് ദൂരെ അനന്തത വരെ. ഒരാൾക്കും എന്നെ തൊടാനോ വലിച്ചു താഴെയിടാനോ കഴിയില്ല. ഇനിയാണ് ഇപ്പോൾ സ്ഥിരമായി കാണുന്ന സ്വപ്നം. ഇതിലെനിക്ക് അടി കൊള്ളുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ഞാനാണ് ജയിക്കുക. കാരണം ന്യായം എപ്പോഴും എൻ്റെ ഭാഗത്താണ്. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അങ്ങാടിയുടെ ഒരറ്റത്തുകൂടെ നടന്നു പോകുന്നു. അപ്പോഴാണ് ആ ബഹളം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഒരു തടിമാടൻ ഗുണ്ട ഒരു പാവത്തിനെ മർദ്ദിക്കുന്നു. വേദന കൊണ്ട് പുളയുന്ന പാവം വിടൂ വിടൂ എന്ന് ഉറക്കെ വിളിച്ചു കരയുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ എൻ്റെ മനസ്സ് വല്ലാതെ ആവുകയും എന്തിനാണെടോ ആ പാവത്തിനെ ഇങ്ങനെ വല്ലാതെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഇത് ഗുണ്ടയ്ക്ക് തീരെ പിടിച്ചില്ല. അവൻ ആദ്യത്തെ കക്ഷിയെ വിട്ടിട്ട് എൻ്റെ കൈ പിടിച്ച് ബലമായി തിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എടോ കിഴവ, തനിക്കാണ് വേദന അല്ലേ? എന്നാൽ ഇനി തന്നോടാവട്ടെ. അപ്പോൾ എനിക്കുണ്ടായ വേദന. ഞാൻ ഉറക്കെ കരഞ്ഞുപോയി. കണ്ടു നിൽക്കുന്ന ആരും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നോർക്കണം. ഗുണ്ട ഇപ്പോൾ പിടിവിട്ട് ഞാൻ കരയുന്നതും നോക്കി രസിച്ചിരിക്കുകയാണ്.
അപ്പോഴാണ് ആ മഹാത്ഭുതം സംഭവിച്ചത്. ഗുണ്ടയുടെ കൈപിടിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന എൻ്റെ കൈ പതുക്കെ പതുക്കെ അവൻ്റെ കൈയിലേക്ക് അമരുന്നു. എങ്ങനെയെന്നു വച്ചാൽ, ഡോക്ടർമാരായ നിങ്ങൾ രോഗികളുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ ഒരു ബലൂൺ പോലുള്ള സാധനം അയാളുടെ കൈത്തണ്ടയിൽ ചുറ്റി അതിലെ കുഴലിൻ്റെ മറ്റേ അറ്റം അമർത്തുകയും നിവർത്തുകയും ചെയ്യാറില്ലേ? അപ്പോൾ പതുക്കെ പതുക്കെ ബലൂൺ വീർത്തു വന്ന് കൈത്തണ്ടയിലെ പേശികളെ അമർത്തും. നിശ്ചിത മർദ്ദത്തിലെത്തിയാൽ ബലൂണിലെ കാറ്റ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഗുണ്ടയുടെ കൈപ്പത്തിയിലെ സമ്മർദ്ദം അവസാനിക്കുന്നില്ല. അവൻ്റെ കൈയിലെ ഞരമ്പുകളെയും കശേരുക്കളെയും ഞെരിച്ചമർത്തിക്കൊണ്ട് അത് ഉള്ളോട്ടുള്ളോട്ടു പോവുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റേത് ഒരു സാധാരണ പിടുത്തം മാത്രമാണ്. പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന, സഹിക്കാൻ കഴിയാതെയുള്ള അവൻ്റെ അലറൽ. ഒടുവിൽ കൈവിട്ടപ്പോൾ അവൻ ഓടിപ്പോയി. പിന്നീട് അവനെ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ്. അവൻ എൻ്റെ വീട്ടിൽ വന്നു. അവൻ മാത്രമല്ല, അവൻ്റെ പാവം ഭാര്യയും ഏതാനും ബന്ധുക്കളും കൂടെയുണ്ടായിരുന്നു. അവരിൽ നിന്ന് കേട്ടത് ഇതായിരുന്നു: വേദന ശമിക്കാത്തതിനാൽ മർമ്മ ചികിത്സക്കാരുടെയും വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും അടുക്കൽ അവൻ പോയിരുന്നു. എക്സ്റേ എടുക്കലും സ്കാൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ കൈപ്പത്തിക്കൊരു കുഴപ്പവും കാണാൻ കഴിഞ്ഞില്ല. ഞരമ്പുകൾക്കോ കശേരുക്കൾക്കോ ഒരു ക്ഷതവും പറ്റിയിട്ടില്ല. പക്ഷേ വേദന. ഈ ഘട്ടത്തിലാണ് എന്നെ തന്നെ വന്ന് ആരോ കാണാൻ ഉപദേശിച്ചത്. എനിക്ക് സത്യത്തിൽ വലിയ സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, എപ്പോഴും വേദനയുണ്ടോ? ഇല്ല, അത് വന്നുപോയിക്കൊണ്ടിരിക്കും. വരുമ്പോൾ സഹിക്കാനേ കഴിയില്ല. ഞാൻ അവൻ്റെ കൈപ്പത്തിയിൽ പിടിച്ച് പതുക്കെ ഒന്ന് അമർത്തി തലോടി. പൊയ്ക്കോളൂ, ഇനിയുണ്ടാവില്ല. ആരെയും ദ്രോഹിക്കരുത്. പിന്നീട് അവനെ കണ്ടിട്ടില്ല. ഇതിനുശേഷം വീണ്ടും ചില സന്ദർഭങ്ങളിൽ ഈ വിദ്യ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വപ്നത്തിലാണെങ്കിലും ഓർക്കുമ്പോൾ ഒരു രസമൊക്കെയുണ്ട്. വൃദ്ധൻ ചിരിക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട്ട് നിന്ന് വന്ന കൺസൾട്ടന്റ് ഡോക്ടർ പറഞ്ഞു, ഈ കാലമത്രയും ശരിയായ ഉറക്കമില്ലാതിരുന്നിട്ടും കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ്, എന്തിനാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നുന്നത്? വൃദ്ധൻ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് 94 വയസ്സായി. ഇപ്പോഴും ഞാൻ എഴുതുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തും വെളിയിലും വിസ്തരിച്ചു തന്നെ. യാത്ര ചെയ്യുമ്പോൾ ഒരു സഹായി വേണമെന്നുണ്ട്. അത് കൊല്ലങ്ങളായി ഈ നിൽക്കുന്ന രാമചന്ദ്രൻ. ഒന്നിലധികം തവണ ഞാൻ എൻ്റെ ശരീരം പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ നിന്ന് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. വൈറ്റൽ ഓർഗൻസൊക്കെ കണ്ടീഷനാണ്. കൊല്ലങ്ങളായി നോക്കുന്ന രാജന് ഇതൊക്കെ അറിയാം. അദ്ദേഹമാണല്ലോ ഇപ്പോൾ നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത എന്ന് ചോദിച്ചില്ലേ? ഡോക്ടർ, മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷേ എന്തെങ്കിലും രോഗം വന്ന് കിടന്നുപോയാൽ മറ്റുള്ളവർക്കൊരു ഭാരമാകരുതല്ലോ. വൃദ്ധൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഞാൻ വെറുതെ ചോദിച്ചുവെന്നേ ഉള്ളൂ. ഏതായാലും ഞാനും രാജനും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ആലോചനയ്ക്ക് അല്പനേരം മാത്രമേ എടുത്തുള്ളൂ. ഒരു പ്രിസ്ക്രിപ്ഷൻ സ്ലിപ്പ് വൃദ്ധന്റെ കയ്യിൽ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ രാജൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അയാൾ കണ്ടതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലും വന്ന അവസ്ഥയ്ക്ക് പിന്നെ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വരില്ല കേട്ടോ. ഇത് സ്ലീപ്പിംഗ് പിൽസ് ഒന്നുമല്ല. ഒരു തരത്തിലുള്ള ആഫ്റ്റർ ഇഫക്ട്സും ഉണ്ടാകില്ല. പോകുമ്പോൾ ഡോക്ടർമാരെ ഗേറ്റ് വരെ അനുഗമിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷേ ഈ കാലമത്രയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂർണ്ണമായും വറ്റി ഉറക്കം മാത്രം ബാക്കിയാവുന്ന സ്ഥിതി വരുമോ? സ്വപ്നങ്ങളില്ലാത്ത ഒരു ജീവിതം, അത് ജീവിതമാണോ ഡോക്ടർ? കാർ അപ്പോഴേക്കും സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. എങ്കിലും ഡോക്ടർ ചിരിച്ചുകൊണ്ട് ധൃതിയിൽ പറഞ്ഞു, സ്വപ്നങ്ങൾ കാണാൻ സഹായിക്കുന്ന ഒരു ചെറിയ കമ്പോണന്റ് ആ ഗുളികയിൽ പ്രത്യേകം ചേർത്ത് വച്ചിട്ടുണ്ട്, പോരെ? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.